പിതാവായും പുത്രനും ശുദ്ധമുള്ള റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മൾ എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം നാം ശ്രദ്ധിച്ചപ്പോൾ ഫാമിലി ഓഫ് ഗോഡ് എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവം, പുത്രൻ, പിന്നെ നമ്മൾ ആ കുടുംബത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ആ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ആ പരമയാഥാർത്ഥ്യമാണ് സദ്വർത്തമാനമായി നമ്മെ അറിയിക്കുന്നത്. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. നമ്മളിവിടെ വായിക്കുകയാണ്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും നമ്മുടെ പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരമായിരുന്നു അരുളി ചെയ്തത്. എന്നാൽ ഈ അന്ത്യകാലത്ത് നമ്മോട് അരുളി ചെയ്യുന്നത് പുത്രൻ മുഖാന്തരമാണ്. 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. സകലത്തെയും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ അവൻ വഹിക്കുന്നു എന്നുള്ളൊരാശയമാണ് നമ്മളവിടെ കാണുന്നത്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ഉയരത്തിൽ മഹിമയുടെ വലത്തുവശത്ത് ഇരുന്നവനാണ് പുത്രൻ. ഒരു ദാസനെ പോലെ ദൈവസിംഹാസനത്തിന് മുമ്പിൽ പമ്മിപ്പരുങ്ങി വിനീത വിധേയനായി ഭയഭക്തി ബഹുമാനങ്ങളോടെ നിൽക്കുന്ന ഒരു പുത്രനെയല്ല നമ്മൾ കാണുന്നത്. പിന്നെയോ പിതാവിന് തുല്യ ബഹുമാനവും മഹിമയും ഉള്ളവനായി പിതാവിനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്ന പുത്രനെയാണ് നമ്മൾ കാണുന്നത്. ഈ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൂതന്മാരെക്കാൾ ഉന്നതമായ നാമത്തെ അവൻ പ്രാപിക്കുന്നു. ദൂതന്മാരെക്കാൾ ഉന്നത നാമം അവൻ പ്രാപിക്കുന്നു. നിങ്ങൾ ഈ 4-ാമത്തെ വാക്യം നോക്കുക. 4-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇപ്പോൾ പുത്രനേക്കാൾ വലുതായി ആരുമില്ല. പുത്രന് മുകളിൽ പിതാവ് മാത്രമേ ഉള്ളൂ. പിതാവും പുത്രനും ഒരു സിംഹാസനം ഷെയർ ചെയ്യുന്ന ഒരു സിംഹാസനത്തിൽ പിതാവും പുത്രനും ഇരിക്കുന്നു. എല്ലാ നാമത്തിനും വിശിഷ്ടനാമം, എല്ലാ നാമത്തെക്കാളും ഉയർന്ന നാമം താൻ പ്രാപിച്ചിരിക്കുന്നു. ദൈവം യേശുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ആ പ്രസ്താവന ദൈവത്തിൻ്റെ പിതാവ് എന്നുള്ള സ്വഭാവത്തെ കാണിക്കുകയാണ്. പിതാക്കന്മാരുടെ സ്വഭാവമാണ്. ഏതൊരു പിതാവുണ്ട് മക്കൾക്കായി ചരദിച്ചു വെക്കാത്തത്, സമ്പാദിച്ചു വെക്കാത്തത്? പൗലോസ് ചോദിക്കുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ. അപ്പൊ പിതാവിന്റെ
സഹജവാസനയാണ് മക്കൾക്ക് വേണ്ടി കരുതുക, മക്കളെ അവകാശിയാക്കുക. ഇപ്പം നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്നുണ്ട് മക്കൾ രാഷ്ട്രീയം. മക്കളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക, അവർക്ക് ഇവരുടെ ആ സ്ഥാനം കൊടുക്കുക, ഇവർക്ക് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ ഗുഡ് വില്ല് കൊടുക്കുക, നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന. അത് മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്, പ്രകൃതി സഹജമാണ്, സഹജവാസന. ഇവിടെ ദൈവത്തെ പിതാവായിട്ട് അവതരിപ്പിക്കണം, പിതാവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മോട് പറയണം. അവൻ തൻ്റെ പുത്രനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു, സകലതും പുത്രന് കൊടുത്തു. ഈ പുത്രനെ എവിടെ ഉൾപ്പെടുത്തിയിരുന്നു? ക്രിയേഷനിൽ. നമുക്കറിയാം, ഈ തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇപ്പം വേട്ടയ്ക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണേലും മക്കളെ കൂടെ കൊണ്ടുപോവാണ്, ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുക. അതുപോലെ ഇവിടെ പിതാവ് പുത്രനെ സൃഷ്ടികർമ്മത്തിൽ ഉൾപ്പെടുത്തി. അത് ഇന്നലെ നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചാണ് ടൈം ക്രിയേറ്റ് ചെയ്തത്, കാലം അല്ലെ യുഗങ്ങൾ. അപ്പൊ ടൈം ആൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് പുത്രനാണ്. ഇനി ഇവിടെ നമ്മൾ വായിക്കുന്നത് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. ഏത് വചനമാണ്? വേർഡ്, ലോഗോസ്. ഇവിടെ നമ്മൾ കാണുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ദൈവം സംസാരിച്ചു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ദൈവം സംസാരിച്ചു. അപ്പൊ ദൈവം പുത്രനോട് സംസാരിച്ചു. ഈ സംസാരം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു സൂചനയാണ്, ബന്ധമാണ്. രണ്ടുപേര് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അവരിങ്ങനെ മിണ്ടാതിരിക്കും. നമ്മൾ ഈ വെയിറ്റിംഗ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ അപരിചിതരായിരിക്കും, നമ്മൾ അവരുടെ മിണ്ടത്തിൽ. ചില ആളുകൾ സംസാരം തുടങ്ങാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. എന്നാൽ പൊതുവെ അപരിചിതരോട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ അപരിചിതരെ കണ്ടാൽ അവിടെ ഇരിക്കും. നിങ്ങളും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയാണ്. ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ പുത്രനുമായിട്ട് പിതാവ് സംസാരിക്കുക. പുത്രനോട് പിതാവ് സംസാരിച്ച വചനം, ആ വചനത്താലാണ് പുത്രൻ സകലത്തെയും വഹിക്കുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. അപ്പോൾ പുത്രൻ സകലത്തെയും വഹിക്കുന്നത് എങ്ങനെയാണ്? പുത്രൻ എന്തോ ഒരു ശബ്ദം കേൾപ്പിച്ചു, എന്നിട്ട് ആ ശബ്ദം, അല്ലെങ്കിൽ പുത്രൻ ഇങ്ങനെ കാറിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സകല പ്രപഞ്ചത്തെയും വഹിക്കുവാൻ. പിതാവിൻ്റെ വചനം, പിതാവ് പുത്രനോട് സംസാരിക്കുന്നു. ആ അരുളപ്പാടുകളിലൂടെയാണ് ഈ അധികാരം. ആ അരുളപ്പാടുകളിലൂടെ പുത്രൻ എന്ത് ചെയ്യാണ്? ഗോഡ്സ് പവർഫുൾ വേർഡ് വിച്ച് അപ്പോയിന്റ്സ് ജീസസ് as his son and heir and priest forever. The Son of God upholds all things. Jesus is God's heir. ദൈവത്തിന്റെ അവകാശിയാണ്. He is sustaining all things. അപ്പം വേർഡ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ഹിസ് വേർഡ്സ് ടു ഹിസ് ഫാദർ, വേർഡ്സ് ഓഫ് റെസ്പോൺസ് ടു ഹിസ് ഫാദർ. അപ്പൊ പിതാവിന്റെ വചനങ്ങളോടുള്ള പ്രതികരണമായിട്ടുള്ള പുത്രന്റെ വചനങ്ങൾ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ, a bond between father and son, the union between the father and son. പിതാവും പുത്രനും തമ്മിലുള്ള ആ ദൃഢബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ആ ഐക്യം, പിതാവും പുത്രനും തമ്മിലുള്ള ആ പാരസ്പര്യം. പിതാവ് പുത്രനോട് സംസാരിക്കുന്നു, പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നു. ആ ശക്തിയുള്ള വചനത്താൽ, ആ റിലേഷൻഷിപ്പിനാൽ. ഇപ്പം നമുക്കറിയാം, ഈ തട്ടിപ്പുകാരൊക്കെ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഞാനുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ഇവിടെ കാണിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാണ്? അവർക്ക് ബ്രൈബ് ആയിട്ട് ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നു, കോൺട്രാക്റ്റുകൾ ഒപ്പുവെക്കുന്നു, അവർ നിയമനങ്ങൾ നടത്തുന്നു. അത് ഫേക്കാണ്, തട്ടിപ്പാണ്. പക്ഷെ ഇവിടെ ഇൻ ആക്ച്വാലിറ്റി ഈ പിതാവും പുത്രനുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ്,
തൻ്റെ ശക്തിയുള്ള വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുന്നു. Now Jesus is Son of God and heir of all things. He sustains all things and he is the high priest forever in the line of Melchizedek. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നവൻ. അപ്പൊ ദൈവത്തിന്റെ ഈ നിയമനം സർവാത്മന പുത്രൻ സ്വീകരിക്കുകയാണ് തന്റെ ശക്തിയുള്ള വചനത്താൽ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, തന്റെ ശക്തിയുള്ള വചനത്താൽ, ദ പവർഫുൾ വേർഡ്. ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു, മഹിമയുടെ വലതുഭാഗത്ത്. Thus the Son is the sustainer of all things by his word. That is a response to the word of his Father. In other words, he is the sustainer of all things by virtue of their conversation. അവരുടെ സംഭാഷണത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഈ സകല കാര്യങ്ങളെയും അവൻ വഹിക്കുന്ന, അതിന്റെ ചുമതല അവനാണ്. ദൈവത്തിന്റെ വചനം സകലത്തെയും നിലനിർത്തുന്നു. ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം, നമ്മൾ ഈ സത്യവേദ പുസ്തകം, ഈ ബൈബിളുണ്ട്, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച് ഇതാണ് വചനമെന്നാണ്. വൈകുന്നേരമായപ്പോൾ ദാവീദ് കിടക്ക വിട്ട് എഴുന്നേൽക്കുകയും ഊരിയാവിന്റെ ഭാര്യയായവൾ കുളക്കടവിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുകയും ചെയ്തു. ഈ വാക്യം വെച്ചാണ് ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ താങ്ങി നിർത്തിയിരിക്കുന്നെന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. അവൻ മുടിഞ്ഞു പോകട്ടെ, അവൻ്റെ ഭാര്യ അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ, അവൻ്റെ മക്കൾ ഗതിയില്ലാതെ നടക്കട്ടെ, ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നെന്നാണ് ചില ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ചെയ്തിട്ടിരിക്കുന്ന പുസ്തകമായിരിക്കുന്ന ബൈബിൾ അല്ല ഈ വചനം. അതുകൊണ്ടല്ല ദൈവം പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ അരുളി ചെയ്യുന്ന വചനം, അതേക്കുറിച്ചാണ് പറയുന്നത്. ആ റിലേഷൻഷിപ്പ്, പുത്രൻ സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പുത്രൻ സകലത്തിൻ്റെയും കാരണഭൂതനും സകലത്തിൻ്റെയും അവകാശിയുമാകുന്നു എന്നാണ് അർത്ഥം. അപ്പൊ പിതാവും പുത്രനും ആയിട്ടുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുവാനാണ് ആ ഒരു പ്രയോഗം അവിടെ നടത്തിയിരിക്കുന്നത്. അത് അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ പോയിട്ട് ഇതെല്ലാം പിടിച്ചു പൊക്കി നിർത്തി അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട എഴുത്തു ശൈലി, അല്ലെ സംസാര ശൈലി, അല്ലെ ഭാഷാ പ്രയോഗത്തിന്റെ രീതി മനസ്സിലാക്കുവാനാണ് ഞാനത് പറഞ്ഞത്. പ്രേമ, അപ്പൊ ഇതേ ആശയം സകലത്തെയും ഈ വചനത്താൽ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയാണ്? എബ്രായ ലേഖനം, ഇതേ ലേഖനത്തിന്റെ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് സകലതും തൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 11:3. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്നു വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകം, യുഗം എന്ന് വേണം വായിക്കാൻ. കാലം, ഈ കാലം അല്ലെങ്കിൽ സമയം, നമ്മൾ ഈ കാണുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തെക്കാളും പ്രസക്തി സമയത്തിനാണ്, ടൈമിനാണ്. കാരണം ടൈമിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ടൈം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ നാം കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ ദൈവത്തിന്റെ വചനം എന്തായി തീരുകയാണ്? ഈ പുത്രന് അധികാരം നൽകുകയാണ്. അപ്പൊ പുത്രനാണ് സൃഷ്ടിക്കുന്നത്. All things were created by him, through him and for him. അവനാൽ, അവനിലൂടെ, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു.
ഇതാണ് സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സകല കാര്യങ്ങളും ഇതൊരു ഫാമിലിയുടെ ആ ബന്ധമാണ് നമ്മൾ കാണുന്നത്. കാരണം പിതാവ് തുടക്കം കുറിക്കുന്നു, പുത്രൻ പൂർത്തീകരിക്കുന്നു, പുത്രൻ അതിനെ താങ്ങി നിർത്തുന്നു, അവൻ അതിൻ്റെ അവകാശിയായിരിക്കുന്നു, അവൻ അതിൻ്റെ സസ്റ്റൈനർ ആയിരിക്കുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പൊ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ടാണ് അവൻ ഉയരത്തിൽ പോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ മുന്നോട്ട് വായിക്കുകയാണ്. 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും പിന്നെ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനാകുകയും ചെയ്തു. ഈ 110-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ 9 കൊട്ടേഷൻ പഴയ നിയമത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയാണ്. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇപ്പൊ 2 ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയാണ്. ഈ 2 ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും ദൂതന്മാരോട് എപ്പോഴെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ദൂതന്മാരെക്കാൾ വിശേഷപ്പെട്ടവനാണ് പുത്രൻ. സൺ ഈസ് ബെറ്റർ ദാൻ ഓൾ ഏഞ്ചൽസ്. എല്ലാ ദൂതന്മാരെക്കാളും പുത്രൻ വിശേഷതയുള്ളവനാണ്. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും അധികാരത്തിന്റെയും അടയാളമായി ആ വലതുവശത്ത് പുത്രൻ ഇരിക്കുന്നു. അവർ പിതാവും പുത്രനും എന്ന നിലയിൽ സിംഹാസനാരൂഢരായിരിക്കുന്നു. ഇതാണ് നമുക്ക് നൽകുന്ന ചിത്രം. യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനും സകലത്തിന്റെയും അവകാശിയുമാവുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഈ വചനം എന്ന ഈ പ്രയോഗം, വചനം എന്ന ഈ പ്രയോഗം, ഇത് നമ്മൾ യഹൂദന്മാരുടെ ജ്ഞാനഗ്രന്ഥങ്ങളിൽ, വിസ്ഡം ലിറ്ററേച്ചർ ഉണ്ട്, ജ്ഞാനസാഹിത്യം. അപ്പം വിസ്ഡം ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട്. 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കണ്ടോ, ജ്ഞാനത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരുന്നു, വെള്ളം നിറഞ്ഞ ഉറവകളില്ലാതിരുന്നപ്പോൾ തന്നെ. പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൽ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്തു തന്നെ. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു.
ഇത് യഹൂദന്മാരുടെ ജ്ഞാനസാഹിത്യമാണ്. അപ്പൊ അതിൽ നമ്മൾ കാണുകയാണ് പുത്രനെ കുറിച്ച് പറയുന്നത്. ഇനി ജ്ഞാനം എന്ന ഒരു പുസ്തകമുണ്ട്. ജ്ഞാനം, വിസ്ഡം. അത് സാധാരണ കേരളത്തിൽ പ്രചാരമുള്ള സത്യവേദ പുസ്തകത്തിൽ, കാരണം സത്യവേദ പുസ്തകത്തിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ വെട്ടിമാറ്റിയതാണ്, മുഴുവനില്ല. പൂർണ്ണ ബൈബിൾ നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ജ്ഞാനം എന്ന ഗ്രന്ഥം കാണാം. അത് ശലോമോന്റെ എഴുത്തായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ വായിക്കുമ്പം ജ്ഞാനം സകലത്തിനും രൂപം നൽകി, എൻ്റെ 7-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പം മനുഷ്യവർഗത്തെ രൂപപ്പെടുത്തുവാൻ ജ്ഞാനം 9:2 വായിക്കുമ്പോൾ വചനമാണ്. പക്ഷെ ഈ വചനമെന്നും ജ്ഞാനമെന്നും പറയുന്നത് ഇതൊരിക്കലും ഒരു പേഴ്സണായിട്ട് അത് പേഴ്സോണിഫൈ ചെയ്തിട്ടില്ല യഹൂദന്മാരുടെ ചിന്തയിൽ. കാരണം അവർ സ്ട്രിക്റ്റായിട്ട് മോണോത്തീസം അല്ലെങ്കിൽ ഏകനാണ് ദൈവം എന്നുള്ള ഒരു വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അവരൊരിക്കലും ഈ ജ്ഞാനത്തെ വ്യക്തി പോലെയൊക്കെ എഴുതി വെച്ചെങ്കിലും അത് വ്യക്തിയായിട്ട് അവതരിപ്പിക്കുവാൻ അവർക്ക് ധൈര്യം പോരായിരുന്നു. ഇപ്പൊ ഫിലോ എഴുതുമ്പോൾ ഫിലോയും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. ജ്ഞാനം, അതായത് ലോഗോസ് ആണ് മുഴുപ്രപഞ്ചത്തിനും രൂപകൽപ്പന ചെയ്തത്, ഫിലോ എഴുതുന്നുണ്ട്. എബ്രായ ലേഖനം ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയാണ് യേശു അല്ലെങ്കിൽ വചനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലോഗോസ് അല്ലെ പുത്രൻ. ദൈവത്തിന്റെ ചില കഴിവുകളെയും ഗുണവിശേഷങ്ങളെയും ഒക്കെ ഈ ലോഗോസ് സ്വാംശീകരിച്ചിട്ടുണ്ടെന്നൊക്കെ യഹൂദ എഴുത്തുകാര് സമ്മതിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കറകളഞ്ഞ മഹത്വമാണ് ഈ ജ്ഞാനമെന്ന് വരെ ശലോമോൻ എഴുതിയിട്ടുണ്ട്. നിത്യ വെളിച്ചമാണ്, കറയില്ലാത്ത കണ്ണാടിയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റേണൽ വേർഡ്, നിത്യവചനം, അത് ദൈവത്തിൻ്റെ മുദ്രയുടെ ഒരു പതിപ്പാണ്. ഫിലോ പറയുകയാണ്, ഇംപ്രഷൻ ഓഫ് ഗോഡ് സീൽ എന്ന ഫിലോ പറയുന്നു. ഇപ്പം നിങ്ങൾ ഈ ഫിലോ ആരാണെന്ന് ഓർക്കായിരിക്കും. ഫിലോ എന്ന് പറഞ്ഞാൽ ഒരു ജൂവിഷ് ഫിലോസഫർ ആയിരുന്നു. ഇദ്ദേഹം കർത്താവിൻ്റെ സമകാലീനനായിട്ട് ആ കാലഘട്ടത്ത് AD 50 ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഗ്രീക്ക് സാഹിത്യത്തെയും തത്വചിന്തയെയും യഹൂദ തിരുവെഴുത്തുകളോട് സമന്വയിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇത് രണ്ടും ഒരുപോലെ വൈഭവം നേടിയ വ്യക്തിയാണ്. അപ്പം ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഫിലോ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലോ, ജൂവിഷ് ഫിലോസഫർ ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇങ്ങനെ പുരോഗമിച്ച് പോകുന്നുണ്ട്. ഈ ഫിലോയുടെ അദ്ദേഹം ഫിലോസഫി എഴുതുമ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ മഹാപൗരോഹിത്യം വരെ ഈ ലോഗോസിന് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ വചനത്തിന്. ജ്ഞാനത്തിനും ഇതേ പദവി കിട്ടുന്നുണ്ട്, ഇതേ മഹത്വം, ഇതേ ബഹുമാനം. അപ്പൊ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന തത്വചിന്ത, ഇതര മതചിന്തകൾ, സാഹിത്യം, ഇതിലൊക്കെ പ്രയോഗങ്ങളും വർണ്ണനകളും ഒക്കെ ബൈബിൾ രചനയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബൈബിൾ രചയിതാക്കളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ വ്യക്തമായിട്ടും നമ്മുടെ ദൈവശാസ്ത്രം, അതായത് ക്രിസ്തു വന്ന് പിതാവായി ദൈവത്തെ പരിചയപ്പെടുത്തി,
ക്രിസ്തു കുരിശിൽ മരിച്ചു, മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. കർത്താവ് പുസ്തകം എഴുതാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ആദിമ സഭയുടെ ദർശനം, അവരുടെ വിശ്വാസം, അവരുടെ ദൈവശാസ്ത്രം, അത് ആ പ്രിമിറ്റീവ് ഫോമിൽ രൂപപ്പെട്ടിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്? പിന്നീട് പ്രോഗ്രസീവായിട്ട് വികാസ പരിണാമങ്ങൾ അത് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് ബൈബിൾ രചനകൾ നടക്കുന്നത്. ഇന്ന് ഈ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ വള്ളി പുള്ളി മാറ്റ, ഇതൊക്കെയാണ്. കർത്താവ് എന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല, അപ്പൊ ഇത് ഈ ബൈബിളാണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇതൊക്കെ അവരുടെ ചുറ്റുപാടുകളിലുള്ള സ്വാധീനങ്ങളിൽ നിന്നും, ഇതര മത ഗ്രന്ഥങ്ങളിൽ നിന്നും, സാഹിത്യങ്ങളിൽ നിന്നും, തത്വചിന്തകളിൽ നിന്നും എല്ലാം കടമെടുത്തതും സ്വാധീനിക്കപ്പെട്ടതും സ്വാംശീകരിച്ചതും എല്ലാം ചേർത്താണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇത് നേരെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് ഒരാളുടെ തലയിലോട്ട് വീണു. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുപോലെ അവിടെ പത്രോസ് ശ്രീഹായുടെയോ അല്ലെങ്കിൽ യോഹന്നാൻ ശ്രീഹായുടെ തലയിലോട്ട് ബൈബിൾ അങ്ങനെ വീണതല്ല. അത്തരത്തിലുള്ള അബദ്ധ അവകാശവാദം, അത് ഇസ്ലാം മതത്തിന്റെ അവകാശവാദമാണ്. അവരുടെ പുസ്തകം അവർക്ക് ഇങ്ങനെ കിട്ടി, അത് അവരുടെ അവകാശവാദമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുന്നില്ല. കാരണം സഭയ്ക്കാണ് അധികാരമുള്ളത്. ഇപ്പൊ സഭയാണോ ബൈബിളാണോ പ്രധാനപ്പെട്ടത്? സഭയാണ് പ്രധാനപ്പെട്ടത്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു സ്ഥാപനമല്ല സഭ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സ്ഥാപനം അല്ല സഭ. പിന്നെയോ സഭ എന്നത്, അല്ല, ബൈബിൾ എന്നത് സഭയിൽ രൂപപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ വളരെ അബദ്ധമുണ്ടാവും. ഇപ്പൊ സഭയുടെ ഒരു ശുശ്രൂഷകനായിരുന്നു പൗലോസ്ലീഹ. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഈ വാക്യം വായിക്കുക. നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത വാക്യമായിരിക്കും. ഇപ്പൊ ഇവിടെ വായിക്കുക: നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്കു നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. നിങ്ങൾക്കു വേണ്ടി ദൈവം എനിക്കു നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പം വേദപുസ്തകത്തിൽ 14 പുസ്തകം എഴുതിയിരിക്കുന്ന പൗലോസ്ലീഹ, വേദപുസ്തകത്തിൽ 14 പുസ്തകം എഴുതിയിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ് താൻ സഭയുടെ ഒരു ശുശ്രൂഷകനാണെന്ന്. അപ്പോ സഭയ്ക്കാണോ പ്രാധാന്യം, ബൈബിളിനാണോ പ്രാധാന്യം? അതായത് വേദപുസ്തകത്തിലെ 14 പുസ്തകങ്ങളുടെ ഓതറായിരിക്കുന്ന പൗലോസ്ലീഹ പറയാണ്, ഐ ആം എ സെർവന്റ് ഓഫ് ദ ചർച്ച്. അപ്പൊ ചർച്ചിന്റെ ഒരു സെർവന്റ് ആണ് ഈ 14 പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പം വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, സഭയാണോ ബൈബിളാണോ? അടുത്ത് പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം, 1 തിമോത്തി 3-ാം അധ്യായത്തിൽ, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി
ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പൊ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും, ദ ഫൗണ്ടേഷൻ ആൻഡ് പില്ലർ ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും എന്താണ്? സഭയാണ്, അല്ലാതെ ബൈബിളല്ല. ബൈബിളാണെന്ന് ബൈബിൾ പോലും പറയുന്നില്ല, ബൈബിളിൽ പോലും ഇല്ല. നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ പോകുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ അത് എഴുതപ്പെട്ട എങ്ങനെയാണ്? ദൈവം അങ്ങ് പറഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ചെവിക്കകത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ എഴുതി വെച്ചതല്ല. ദൈവത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഈ പുത്രനെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഈ പുത്രന് കിട്ടിയ ഈ പദവിയെ അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അത് അവതരിപ്പിക്കുകയാണ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു ഭാഷയിൽ അത് എഴുതി അവതരിപ്പിക്കുമ്പോൾ ആ അവതരണത്തിൽ തത്വചിന്ത കടന്നു വരും, കവിതകൾ കടന്നു വരും, ഉപമകൾ കടന്നു വരും, പഴഞ്ചൊല്ലുകൾ കടന്നു വരും, കടങ്കഥകൾ കടന്നു വരും. അപ്പൊ ചുറ്റുപാടുമുള്ള ഇതര മതങ്ങളുടെ സ്വാധീനങ്ങളും സങ്കല്പങ്ങളും ഒക്കെ കടന്നു വരും. അവരുടെ ടെർമിനോളജികൾ കടന്നു വരും. ദൈവത്തിന്റെ ജ്ഞാനത്തിനും ദൈവത്തിന്റെ വചനത്തിനും യൂസ് ചെയ്തിട്ടുള്ള ടെർമിനോളജികൾ പലതും അവിടെയുള്ള പ്രാദേശിക ദൈവങ്ങളുടെയും ദേവന്മാരുടെയും തത്വചിന്തകളുടെയും ഒക്കെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഇമേജറിയാണ് ജൂവിഷ് ഓതേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ജൂവിഷ് ഓതേഴ്സ് ഈ ഇമേജറീസ് യൂസ് ചെയ്തപ്പോ അവരുടെ മോണോത്തീസം അല്ലെങ്കിൽ ദൈവം ഏകനാണെന്നുള്ള വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുവാൻ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ അല്പം മാറ്റം വരുത്തി എഴുതി. എന്നാൽ നമ്മൾ ക്രിസ്തീയ സഭ അത് എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായ വെളിപ്പാടാണ് കിട്ടുന്നത്. കാരണം ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ജഡം ധരിച്ചു വന്നു കഴിഞ്ഞു. ആ പുത്രൻ തന്നെ വെളിപ്പെടുത്തി, പിതാവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. ഇപ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത്, മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രേറ്റ് ന്യൂസ് മനുഷ്യവർഗത്തിന് വേണ്ടി അല്ലെ തന്റെ ഓഡിയൻസിന് വേണ്ടി അവതരിപ്പിക്കുകയാണ് ഈ പ്രസംഗകൻ. ഇറ്റ് വാസ് എ സർമൺ. ഈ ബുക്ക് എന്ന് പറഞ്ഞ ഒരു പ്രസംഗമാണ്. അപ്പൊ ആ പ്രസംഗം അവതരിപ്പിക്കുമ്പം ഈ ഇമേജറീസും ഈ വാക്കുകളും ഈ താരതമ്യങ്ങളും എല്ലാം എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തിന്റെ പുത്രൻ. അപ്പൊ ഈ പുസ്തകത്തിലെ എബ്രായ ലേഖനം 1-ാം അധ്യായം, എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമന്റേറ്റേഴ്സും എല്ലാ ബൈബിൾ വ്യാഖ്യാതാക്കളും ഒരുപോലെ എഗ്രി ചെയ്യുന്നതാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും ഉന്നതമായ ക്രിസ്തു വിജ്ഞാനീയമാണ് ആ 1-ാം അധ്യായത്തിലുള്ളത്. ഹയസ്റ്റ് ക്രിസ്റ്റോളജി ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എന്നാണ് അവർ പറയുന്നത്. ദൈവപുത്രന്റെ പൂർവാസ്തിക്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്, അതായത് സൃഷ്ടി മുതൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവൻ മുഖാന്തരം ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ള ആശയം വരെ അവിടെയുണ്ട്. സോ ഹയസ്റ്റ് ക്രിസ്റ്റോളജി ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എന്നാണ് ഈ ഭാഗത്തെക്കുറിച്ച് അവർ പറയുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം പഴയ നിയമത്തിൽ നിന്നുള്ള 9 ഉദ്ധരണികളാൽ അലങ്കൃതമായിരിക്കുന്ന ആ അധ്യായത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. Breathe more, dame tolosa, ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ, താഴ്ചകളേറ്റം ധന്യം നാഥ, പീഠാസമയ